കൃപയില്ലാതെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ദൈവകൃപ വേണം, അല്ലാണ്ടൊന്നും നടക്കില്ല. നന്മയെക്കുറിച്ച് ആഗ്രഹിക്കാം, പക്ഷെ ചെയ്യണമെങ്കിൽ കൃപ വേണം. സർവ്വോടത്ത് പറയാം ഹല്ലേലൂയ. വളർച്ച ആഗ്രഹിക്കാം, പക്ഷേ കൃപ, ദൈവം നമ്മളെ അനുഗ്രഹിക്കണം, അഭിഷേകം ചെയ്യണം. അഭിഷേകം ചെയ്യാതെ അതാണ് മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നവുമല്ല, ദൈവത്തിൻ്റെ ദയ, ദൈവത്തിൻ്റെ കൃപയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. കരഞ്ഞ് പ്രാർത്ഥിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഈ കൃപ കിട്ടാൻ എന്ത് ചെയ്യണം? അതിനെക്കുറിച്ച് വിശുദ്ധിയൊക്കെ ഉണ്ട്. ചിലർക്ക് നല്ല വിശുദ്ധരെ ഞാൻ കണ്ടുണ്ട്. ഒരു മ്ലേച്ഛ പാപങ്ങളിലോ അശുദ്ധ പാപങ്ങളൊന്നും പോയി വീഴാതിരിക്കുന്നു. ആ കൃപ കിട്ടുന്നുകൊണ്ടാണ്. കൃപ കിട്ടിയാലേ പറ്റുള്ളൂ. അൽഫോൻസാമയ്ക്ക് കൃപ കിട്ടി. ആ കൃപ കിട്ടിയോണ്ട് ആ മകള് കർത്താവിൻ്റെ വഴി, കർത്താവ് മകളെ കൊണ്ടുപോവുകയാണ്, അവളെ വിശുദ്ധയാക്കാൻ കൊണ്ടുപോവുകയാണ്. ഡൊമിനിക് സാവിയോയ്ക്ക് കൃപ കിട്ടിയതോ. അതുകൊണ്ടാണ് ചെറുപ്പത്തില് ഈശോയുള്ള തീവ്രമായൊരു സ്നേഹമുണ്ടാകുന്ന കൃപയാണ്. അല്ലാണ്ട് നമുക്കൊരാള് നിർബന്ധിച്ച് ഈശോയെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ സ്നേഹിക്കാനൊന്നും പോകുന്നില്ല. പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയൊക്കെ അത് കൃപ കിട്ടുന്നവർക്ക് കിട്ടും. ജപമാലയിലൊക്കെ വളരുന്നത് അത് കൃപ കിട്ടുന്നവർക്ക് പറ്റും. അതുകൊണ്ട് ഈ കൃപ ഇന്നും ഇന്ന് ഈശോയിലൂടെ നമുക്ക് കൃപ തരാൻ ആഗ്രഹിക്കും. എല്ലാവർക്കും തരാൻ ദൈവം ആഗ്രഹിക്കും. അത് ഒരൊപ്പം ചിലർക്ക് മാത്രം അല്ലല്ല, ശരിക്കും ഈ കൃപ എല്ലാവരുടെ മേലും വർഷിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാ മക്കളുടെ മേലും. അതുകൊണ്ടാണല്ലോ അതിന് പറയുന്നൊരു വചനം ഇതാണ്, യോഹന്നാൻ 1:12. അവനെ സ്വീകരിച്ചവർക്കെല്ലാം, അവരുടെ നാമത്തില് വിശ്വസിച്ചവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവിടുന്ന് കഴിവ് നൽകി, കൃപ നൽകി. കണ്ടോ, ദൈവമക്കളോ, അവനെ വിശ്വസിക്കണം. അവനെ സ്വീകരിച്ച് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് സംശയിക്കാതെ വിശ്വസിക്കുന്ന മക്കൾക്ക് കൃപ കൊടുക്കുന്ന കാണാൻ പറ്റും. ആ കൃപ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്കറിയാം ലൂക്കാസ് സുവിശേഷം 2-ാം അധ്യായത്തിൽ ഏലി എന്ന ഒരു പുരോഹിതൻ്റെ കൈ കൊണ്ടുവന്ന്, നമുക്ക് ശിമയോൻ എന്ന പുരോഹിതൻ്റെ കൈ കൊണ്ടുവന്ന് ഉണ്ണീശോയെ യോസേപ്പ് പിതാവും മാതാവും കൂടെ കൊടുക്കുന്ന സംഭവമുണ്ട്. അപ്പോൾ അവിടെ ഏലി എന്ന പുരോഹിതൻ കൃപ കിട്ടിയ പുരോഹിതനാണ്. കാരണം പറഞ്ഞിട്ടുണ്ട്, നീ മരിക്കുന്നതിന് മുമ്പ് രക്ഷകനെ നീ കണ്ടിരിക്കുക. അത് കൃപയാണ്. നീ മരിക്കുന്നതിന് മുമ്പ് നീ രക്ഷകനെ കണ്ടിട്ടേ നിൻ്റെ കണ്ണടയുള്ളൂന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാത്തിരിക്കുക. കറക്റ്റ് എത്രയോ പുരോഹിതന്മാർ ജെറുസലേം ദേവാലയത്തിലുണ്ട്, പക്ഷേ ഈശോ മിശിഹായെ കൊണ്ടുപോകുന്നു കൈ കൊടുക്കുന്നത് ഈ പറയുന്ന ശിമയോൻ എന്ന പുരോഹിതൻ്റെ കയ്യിലാണ്. കൃപ കിട്ടിയ പുരോഹിതനാണ്. കൃപ കിട്ടി ദൈവത്തെ കാണാനുള്ള കൃപ. എത്രയോ പേര് പക്ഷേ ആ കൃപ അങ്ങോട്ടൊഴു. അവിടെ മറ്റൊരു സംഭവം കൂടെ കാണാം. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. നന്നായിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. ലൂക്കാ 2:36-37-38 വചനമുണ്ട്. ഫനുവേലിൻ്റെ പുത്രിയും ആശേർ വംശജയുമായ അന്ന എന്നൊരു പ്രവാചകയും അവിടെ ദേവാലയത്തിലുണ്ടായിരുന്നു. അവൾ കന്യകാപ്രായം മുതൽ 7 വർഷം ഭർത്താവിനോടൊത്ത് ജീവിച്ചു. 84 വയസ്സായി ഈ വിധവ ദേവാലയം വിട്ടുപോകാതെ രാപകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു. അവൾ അപ്പോൾ തന്നെ മുമ്പോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുകയും യേശുവിനെ കാണുക. കണ്ടോ, അവൾക്കും കൃപ കിട്ടിയ. കണ്ടോ, ഇത്രയും വർഷം ദേവാലയത്തിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കാത്തിരിക്കുന്ന വ്യക്തി. ഇവിടെ എല്ലാവരും പ്രത്യേകതയുണ്ട്. കാത്തിരിക്കുന്ന വ്യക്തിക്കാണ് കൃപ കിട്ടുന്നത്. വിശ്വാസത്തോടെ ഇന്നല്ല നാളെ എൻ്റെ രക്ഷകനെ കാണുക, കർത്താവ് പ്രവർത്തിക്കുമെന്നുള്ള ആ കാത്തിരിപ്പോടുകൂടി ഇരിക്കുന്ന വ്യക്തികളാണ്. ഉപവസിച്ചും പ്രാർത്ഥിച്ചും കഴിയുന്ന മക്കളോ, വിശുദ്ധിയിൽ ജീവിക്കുന്ന മക്കളോ, ത്യാഗമെടുത്ത് ജീവിക്കുന്ന മക്കളോ. ഇവിടെ മറ്റുള്ളവർ പോകുന്ന പോലെ പോകുന്ന ആളുകളല്ല ഇവരാരും. ലോകത്തുള്ള ആളുകൾ ജീവിക്കുന്ന രീതിയിൽ ജീവിക്കുന്ന ആളുകളല്ല ഇവർ. അവർ വേറിട്ട് ജീവിക്കുന്നവരാ, മാറി ജീവിക്കുന്നവരാ, സന്യാസം പോലത്തെ വിശുദ്ധ ജീവിതം നയിക്കുന്നവരാ, വിശുദ്ധിയുടെ മാർഗത്തിൽ പോകുന്നവരാ. അതും കൃപയാ മക്കൾ, അതൊരു കൃപയാ. അപ്പോൾ ആ കൃപ കിട്ടിയത് കൊണ്ടാണ് ഇവൾക്ക് ആ സമയത്ത് ഈശോയെ കാണാൻ പറ്റുക. അവിടെ പ്രിയപ്പെട്ട മക്കളെ, ഈ കൂട്ടായ്മയിൽ എനിക്ക് ഉറപ്പുണ്ട്, ഈ കോട്ടപ്പുറം രൂപതയുടെ ഈ ബൈബിൾ കൺവെൻഷൻ ഇവിടെ ഈ രൂപതയ്ക്കും ഇരുപതിൽ ദൈവജനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഒരു കൃപ ദൈവം വർഷിക്കാൻ ആഗ്രഹിക്കുന്ന ശ്രേഷ്ഠമായ ദിനങ്ങളാണ് മക്കളെ. അതുകൊണ്ട് വളരെയധികം വില കൊടുക്കണമേ. ഈ ശുശ്രൂഷയ്ക്കും ഈ ധ്യാനത്തിനും നിങ്ങൾ വളരെയധികം വില കൊടുക്കണമേ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 7-8 വർഷം മുമ്പ് ഒരു ചെറുപ്പക്കാരൻ ധ്യാനിക്കാൻ വന്നു. അവന് 28 വയസ്സ് പ്രായമുള്ളൂ. മദ്യപാനിയാണ്, പുകവലിക്കും, കഞ്ചാവ്, മ്ലേച്ഛ ജീവിതം, വ്യഭിചാരം, എല്ലാ തിന്മകൾക്കും അടിമയാണ്. മാത്രമല്ല ഇവൻ വാടക ഗുണ്ട കൂടിയാണ്. തല്ലും പിടുത്തവും ഇങ്ങനെയുള്ളതിന് കൊട്ടേഷൻ സംഘത്തിലെ അംഗമാണ് ഇവൻ. അവനിങ്ങനെ നടക്കുകയാണ്.
അപ്പോൾ ആരെയോ നിർബന്ധം കൊണ്ടാണ് ഇവിടെ ധ്യാനിക്കാൻ വരിക. ധ്യാനം വരുമ്പോൾ അവൻ അസ്വസ്ഥനാണ്. അവൻ ഇറങ്ങിപ്പോകാനൊക്കെ തുടങ്ങുമ്പോൾ ശുശ്രൂഷയിൽ എന്നോട് പറഞ്ഞു, എനിക്ക് കൃപ കിട്ടും, നീ കാത്തിരിക്കും, കൃപ കിട്ടും. ചിലരോട് കാത്തിരിക്കില്ല, പെട്ടെന്ന് എടുത്തിയോട് കൂട്ട്, അവൻ കാത്തിരിക്കും. കുമ്പസാര ദിവസം വന്നു, നന്നായിട്ട് കുമ്പസാരിച്ചു, നന്നായിട്ട് ഇവൻ കുമ്പസാരിച്ചു. പക്ഷേ കുമ്പസാരം കഴിഞ്ഞിട്ട് ഇവന് ക്ലിയർ ആയിട്ടില്ല. അപ്പം അങ്ങനെ അവൻ എൻ്റെ ശുശ്രൂഷ പറഞ്ഞു, അച്ഛാ ഇവൻ നിർത്തിപ്പോകാൻ പോവാ, ധ്യാനം നിർത്തിപ്പോവുക, ഇനി എന്താ ചെയ്യേണ്ടത്? ഞാൻ പറയും, കാര്യം ചെയ്യ്, നമുക്ക് സങ്കടമായി, വല്ല സീരിയസ് കേസ്, അവൻ വന്നിട്ട് പോവുക, അവൻ ഇഷ്ടപ്പെടുന്നില്ല, ധ്യാനിക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല, അവൻ അസ്വസ്ഥന, കാരണം കൃപ കിട്ടിയിട്ടില്ല, ഇരിക്കണം, കൃപ വേണമല്ലോ. അപ്പോൾ ഇവർ എൻ്റെ അടുത്തേക്ക് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഒരു കൗൺസിലിങ്ങിന് വിട്ടു. അപ്പം എനിക്കറിയാം, എൻ്റെ അടുത്ത് കൊണ്ടുപോയി ഒരാളുടെ അടുത്ത് കൗൺസിലിങ്ങിന് വിട്ടു. വലിയ ബുദ്ധിമാനായ ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് ഞാൻ വിട്ടത്. ആൾ 2 മണിക്കൂർ ആളോട് സംസാരിച്ച ശേഷം ആൾ വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഒരു രക്ഷയില്ല അച്ഛൻ, ആൾ എന്നെ വെറുതെ കാണാൻ വന്നല്ലോ, ധ്യാന മേഖലയിലൂടെ സൈക്കോളജിസ്റ്റ് അല്ല കേട്ടോ, അല്ലാത്തൊരു സൈക്കോ. അപ്പം എന്നെ കാണാൻ ഞാൻ പറഞ്ഞു ഓക്കെ, പെട്ടെന്ന് ഇങ്ങനെ ഏൽപ്പിച്ചാൽ. അപ്പോൾ അതെല്ലാം കഴിയുമ്പോൾ ആൾ പറഞ്ഞു, അച്ഛാ ഇവന് ശരിയാകത്തില്ല, ഇവനെ ട്രീറ്റ്മെൻറ്റ്, ഇവന് മരുന്ന് കൊടുത്താലും ശരിയാകത്തില്ല, അല്ല ഇവൻ രക്ഷപ്പെടാൻ പോകുന്നില്ല, ഇവനെ വിട്ടേക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഞാൻ അവനെ വിട്ടില്ല, ഈ പറഞ്ഞ സൈക്കോളജിനെ ഇറക്കി വിട്ടു. പ്രിസിലോ, കാരണം കൃപ കിട്ടിയാൽ ആരെയും നമുക്ക് പിടിച്ചു കൊടുത്താൻ പറ്റും. സർവ്വ ഹല്ലേലൂയ. ഞാൻ മറ്റേ ആളിനോട് പതുക്കെ പോകാൻ ആളോട് ഈ സൈക്കോളജിസ്റ്റ് ബുദ്ധിമാനെ അങ്ങ് പറഞ്ഞു വിട്ടു. അതിനുശേഷം ഞാൻ ഈ ആളെ എൻ്റെ കൂടെ കൗൺസിലിംഗ് ചെയ്യുന്ന ഒരു കൃപ കിട്ടിയ ഒരാളെ കൊണ്ട് ഏൽപ്പിച്ചു. കൃപ കിട്ടിയ ആളുടെ അടുത്ത് ചെന്നപ്പോൾ ആള് ഇവക്കൊണ്ട് പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ പൈസാശക്തി ഇളകിയും അറിയാൻ തുടങ്ങി. ഉടനെ എന്നെ വിളിച്ച് ഞാൻ ഓടിച്ചെന്നു. ഞാൻ വിളിച്ച് എൻ്റെ മുറിയിൽ കൊണ്ടുവന്നു. എന്നോട് എന്തൊക്കെയാണ് പൈസാസിനെ കൃപയാണ്, കൃപയൊടുക. ഒരു അരമണിക്കൂർ എൻ്റെ മുറിക്കകത്തവൻ വയലൻ്റ് ആയതിന് കൈയും കണക്ക് അതുപോലെ വയലൻ്റ്. കർത്താവെ കൃപ കൊടുക്കണേ, അവന് കർത്താവ് കൃപ കൊടുക്കാൻ തുടങ്ങി, കെട്ടണം. അപ്പം പിന്നെ അവനങ്ങും ആളും മാറുന്നൊരു മാറ്റം നിങ്ങൾ വിശ്വസിക്കില്ല. ഇത് കഴിഞ്ഞവന് പള്ളിക്കകത്ത് കയറി ബാക്കി 2 ദിവസം ധ്യാനം നന്നായിട്ട് കൂടി. ധ്യാനത്തിന് അവസാനം പരിശുദ്ധ ആത്മാവിൻ്റെ മേൽ നിറഞ്ഞു. ഒക്കെ പറഞ്ഞ ഹല്ലേലൂയ. കൃപയും കിട്ടി. ധ്യാനം കഴിഞ്ഞ് ഇവന് വലിയൊരു മിഷണറി ആയിട്ട് മാറി. പോയിട്ട് ഇവൻ്റെ ദേശത്തുള്ള ഇവൻ്റെ കൂട്ടുകാരായ, എനിക്ക് തോന്നുന്നത് ആ നാളുകൾ ഏകദേശം 700ഓളം പേരെ ഇവൻ ധ്യാനത്തിന് വിട്ടു. പ്രസ്ലോഷ്. കർത്താവ് അവനെ തിരഞ്ഞെടുത്തു. വലിയ ബന്ധനത്തിൽ കെട്ടിക്കടന്ന് അവനെ കർത്താവ് തിരഞ്ഞെടുത്ത് കൈയടിച്ച് കർത്താവ് ഉറക്കെ കൈയടിച്ച മക്കൾ പോര. എൻ്റെ മക്കള് അതിനുശേഷം ഇവൻ്റെ ജീവിതം മുഴുവൻ മാറി. അതിനുശേഷം ഇവൻ്റെ കല്യാണം നടന്നു. ഇപ്പം 2 കുഞ്ഞുങ്ങളുണ്ട്. അവൻ എല്ലാ ദിവസവും എനിക്ക് വേണ്ടി ഒരു മുഴുവൻ കൊന്തയിലും എന്നും പള്ളിയിൽ പോവും, പ്രാർത്ഥിക്കും. എങ്ങനെ ഒരു കൊച്ചിത്ര മാത്രം മാറിപ്പോകുന്നു, എങ്ങനെ ഈ മനസ്സ് മാറുന്നു, എല്ലാം ജീവിതം, അവൻ്റെ സംസാരം, നടപ്പ്, ചിന്ത എല്ലാം മാറി. മാറാൻ കാരണം കൃപ കിട്ടിയത് കൊണ്ടാണ്, കഴിവ് കൊണ്ടല്ലത്, കൃപ കിട്ടിയത് കൊണ്ടാണ്. അവൻ രാത്രിയും പകലും എന്ന പോലെ മാറി. കൃപ കിട്ടിയുണ്ട്. അതുകൊണ്ട് കൃപയാ, ദൈവം കൃപ. അതുകൊണ്ട് നമ്മളെല്ലാത്തിനും എക്സ്ക്യൂസ് പറയുന്ന യുക്തിവാദം പറയും, അതങ്ങ് മാറ്റിവെച്ചാലേ കൃപയോടുള്ളൂ. എന്നാൽ ഞാനും അതെ, അന്ന് സൈക്കോളജിസ്റ്റും ബുദ്ധിമാനായ ആളെ ഞാൻ പുറത്ത് വിട്ടിട്ട് ആളെ അടുത്ത് വണ്ടി കയറ്റി വിട്ടേക്കാൻ പറഞ്ഞു. വിട്ട ശേഷം ഞാൻ കൃപയുള്ള, അതാണ് കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട മക്കൾ, അവർക്ക് ഇത് കൊടുക്കുക. അപ്പോൾ സംഭവിക്കാൻ തുടങ്ങി. അവിടെ കൃപയെന്നൊരു തലമുണ്ട്, അതിനെ ഒരിക്കലും നമ്മൾ പരിഹസിച്ചേക്കരുത്. കൃപയ്ക്ക് നമ്മൾ നന്ദി പറയണം. സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയ. 2 കരം എടുത്ത് ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളുണ്ട്, ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുക. 1 സെക്കൻഡ് ചിലപ്പോൾ മതി, പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടാം. 1 സെക്കൻഡ് മതി, കൃപ കിട്ടുക. ബൈബിൾ വായിക്കാൻ അഭിഷേകം കിട്ടും. ജപമാല ചൊല്ലാൻ അഭിഷേകം. എനിക്കറിയുന്ന വേറൊരു ചെറുപ്പക്കാരനുണ്ട്. അവനും ചെറുപ്പക്കാരനല്ലവൻ. ഇന്നവന് 38-40 വയസ്സോളം പ്രായമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് അവൻ എൻ്റെ അടുത്ത് വരും. കേരളത്തിലെ വലിയൊരു തിന്മ നിറഞ്ഞൊരു വ്യക്തി, പോലീസ് കേസ് എല്ലാം നിറഞ്ഞ അവനൊരു അവനും ഒരു പെൺവാണിഭത്തിൻ്റെ നേതാവായിരുന്നൊരു വ്യക്തിയായിരുന്നു. അവന് ദൈവമേ കേസും എല്ലാം ഉണ്ട് അവന്. പക്ഷേ അവനെ മാറ്റി ഇന്ന് അവനെ സംബന്ധിച്ച് നിങ്ങൾ വിശ്വസിക്കില്ല. ഇപ്പോൾ കഴിഞ്ഞൊരു 7-8 വർഷം, 10 വർഷത്തോളം കഴിഞ്ഞു. 10 വർഷമായിട്ട് അവൻ ഒരു കുർബാന പോലും മുടക്കത്തില്ല. പ്രസലോഷ്
അവൻ്റെ എളിമയോടെ ജീവിക്കുന്നു. ചെയ്തു പോയ പാപങ്ങൾക്ക് തക്കതായി പ്രായശ്ചിത്തം പരിഹാരം ചെയ്യുന്നു. അവൻ്റെ ജീവിതം തന്നെ മാറി. എല്ലാ ദിവസവും അവന്, എനിക്കറിയാവുന്നൊരു പള്ളിയുണ്ട്, ആ പള്ളിയിൽ പോയിട്ട് അവൻ ജപമാല അവനോട് പറഞ്ഞ് കഴിച്ചു, അച്ഛാ ഞാൻ 12 ജപമാല അച്ഛന് വേണ്ടി ചൊല്ലുന്നുണ്ട്. പ്രസലോഷ്, കാരണം എൻ്റെ ജീവിതം തന്നെ മാറിപ്പോയി, കംപ്ലീറ്റ് സ്വഭാവം മാറി. സംസാര തെറിയും അശുദ്ധിയും ആരെ എന്തും ചെയ്ത് കിടന്ന ഭൂലോക ഉഴപ്പനായിട്ട് പറയാൻ പോലും, എനിക്കത് മുഴുവൻ ഇവിടെ പറയാൻ പറ്റത്തില്ല. അതുപോലെ നടന്നൊരു കുഞ്ഞിന്ന് കംപ്ലീറ്റ് കൃപയാൽ ദൈവം തിരഞ്ഞെടുത്തു. ഈ കൃപ കിട്ടാൻ കാരണം അവിടെ എളിമയാണ്. ഞാൻ പറയുന്നത് പോലെ കേൾക്കുമായിരുന്നവർ വചനം പറയുമ്പോൾ അതേപടി അനുസരിക്കും, അതേപടി നീങ്ങുമായിരുന്നു. ആ കൃപ പ്രവർത്തിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ വചനത്തോട് വിധേയത്വം കാണിച്ചു. അവിടെ മക്കളെ, നമുക്ക് വേണ്ടത് കൃപയാണ്. കൃപയെ നഷ്ടപ്പെട്ടാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സർവോടതി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ ധ്യാനത്തിൽ വെച്ച് കൃപയൊഴുകാൻ വേണ്ടി ദൈവത്തിൻ്റെ കൃപയൊഴുകുന്ന കരുണയിലൂടെയാണ്. ഒരു വ്യക്തിയോട് ദൈവം കരുണ കാണിക്കുമ്പോഴാണ് കൃപ കിട്ടുന്നത്. അവനോട് കരുണ കാണിക്കുമ്പോൾ നിന്നോട് ദൈവം കരുണ കാണിക്കട്ടെ. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയോടും ദൈവം കരുണ കാണിക്കട്ടെ. കരുണ കാണിക്കുമ്പോഴാണ് കൃപ കിട്ടുന്നത്. അതാണ് ലൂക്കാ സുവിശേഷത്തിൽ വ്യക്തമായിട്ടത് പഠിപ്പിക്കുന്നുണ്ട്. 18-ാമത്തെ അധ്യായത്തിൻ്റെ 9 മുതൽ 14 വരെയുള്ള വചനത്തിൽ വെച്ച് ചുങ്കക്കാരനെ കുറിച്ച് പറയും. ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട്, ദൈവമേ പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്നവൻ പ്രാർത്ഥിച്ചു. അപ്പോൾ പറയുന്നുണ്ട്, വചനം പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവനാ പരിസയനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി ഭവനത്തിലേക്ക് പോയി തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവനെ ദൈവം ഉയർത്തും. ദൈവം ഉയർത്തും. താഴ്ന്നിരിക്കുന്നവനെ മാത്രമേ കൃപയാൽ ഉയർത്തുള്ളൂ. ഉയർന്നിരിക്കുന്നവനെ താഴ്ത്തുന്ന ദൈവം, താഴ്ന്നിരിക്കുന്നവനെ ഉയർത്തുന്നു. ദൈവം ഉയർത്തുന്ന ഒരു തലമുണ്ട്. അതാണ് കൃപ. ഇത് കഥയല്ല. നിങ്ങൾക്കറിയാം, ഈശോയുടെ വലിയ കൃപയാൽ എന്താണ് ഈ കൃപ? ഇതിനകത്ത് ഞാൻ യോഗ്യതൊന്നും എനിക്കില്ല. കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ തമ്പുരാൻ്റെ കരുണ അവൻ കരുണ കാണിക്കട്ടെ. കരുണ കാണിക്കുമ്പോഴാണ് കൃപ കിട്ടും. ബർത്തമീവ് അന്ധയാചകൻ, അവൻ വടിയേറിയിരുന്ന ദാവീദിന്റെ പുത്ര, യേശുവേ എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് വിളിക്കുമ്പോൾ ദൈവം അവനോട് കരുണ കാണിച്ചു. ആ കരുണയാണ് അവന്റെ രോഗശാന്തി. ദൈവം അവനോട് കരുണ കാണിച്ചതാണ് അവനോട് കിട്ടിയ കൃപയതാണ്. ഈ കരുണ ഒഴുകണമെങ്കിൽ ഞാൻ അനുദപിക്കണം, ഞാൻ പശ്ചാത്തപിക്കണം, അഹങ്കാരം കളയണം, കാപഠ്യം കളയണം, കള്ളത്തരം മാറ്റി വെക്കണം. എന്നിട്ട് എളിമപ്പെട്ടെങ്കിൽ മാത്രമേ ഈ കരുണ എനിക്ക് കിട്ടുള്ളൂ. കരുണ കിട്ടിയാലേ കൃപ കിട്ടുള്ളൂ. യേശുവേ നന്ദി. ചുങ്കക്കാരനെ പോലെ കരയാൻ തയ്യാറാകണം. അപ്പോൾ ദൈവത്തിൻ്റെ കരുണ ഒഴുകും. അതുകൊണ്ട് ഈ ധ്യാന ദിവസങ്ങളിൽ ഇവിടെ ദൈവം കരുണ കാണിക്കുന്നു. ഒരു കുഞ്ഞ് സുഖപ്പെടുന്നു, അത് കരുണയാണത്. ഒരു മാതാപിതാക്കൾ അത്ഭുതം, ദൈവത്തിൻ്റെ കരുണയാണത്. ഞാനിവിടെ സുവിശേഷ വേല ചെയ്യുന്നു. എൻ്റെ അത് കഴിവല്ല, കരുണയാണത്. അപ്പോൾ ഈ കരുണ കൊണ്ട് കിട്ടുന്നൊരു അഭിഷേകമുണ്ട്, കരുണ കൊണ്ട് നിനക്ക് കിട്ടുന്ന സൗഖ്യമുണ്ട്, കരുണ കൊണ്ട് കിട്ടുന്ന രക്ഷപ്പെടും. ഒരു കുടുംബ പ്രശ്നം അത് മാറുന്നത് ദൈവത്തിൻ്റെ കരുണയൊഴുകണം. കരുണ കാണിച്ചാലേ ദൈവം കരുണ കാണിക്കുക. റോമാലേഖനം 2:4 അവിടുത്തെ നിസ്സീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നീ നിസ്സാരമാക്കുകയാണോ ചെയ്യുന്നത്? അതോ അവിടുത്തെ നിസ്സീമമായ കരുണയാണത്? ആണ് ഒരാൾ നിൽക്കുന്നത് ദൈവത്തിൻ്റെ കരുണ കൊണ്ട്. വീഴുന്നതും എല്ലാം ദൈവം അതാണ്. ഇത് മനുഷ്യൻ്റെ കഴിവല്ല, ഇത് കരുണ കൊണ്ട് നേടുന്നത് മാത്രമാണ്. അതുകൊണ്ട് എത്രമാത്രം താഴ്മയോടെ എളിമയോടെ ദിവസം നിൽക്കുന്നുവോ അത്രമാത്രം നിനക്ക് കരുണയും കൃപയും നിനക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റും. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ശബ്ദമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കരുണ കിട്ടാത്തത് ആർക്ക് മാത്രം ബൈബിള് പറയുന്നത്? ലൂക്കാ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 46 മുതൽ 56 വരെയുള്ള വചനം വായിക്കുമ്പോൾ അവിടുന്ന് പറയുന്നുണ്ട്. വലിയ വചനമാണ്. 51-52. ലൂക്കാ 1:51-52. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവനെ ചിതറിച്ചു. അഹങ്കാരം, എനിക്ക് പണമുണ്ട്, കഴിവുണ്ട്, ബുദ്ധിയുണ്ട്, മക്കളുണ്ട്, മുഴുത്ത വീടുണ്ട്, വാഹനമുണ്ട്, അറിവുള്ളവനാണ്, ബുദ്ധിമാനാണ്, അതാണ് അഹങ്കാരം. ദൈവവിചാരം നഷ്ടപ്പെട്ടവനാ. ഞാൻ ഏത് പാപം ചെയ്യും, എനിക്കൊരു പ്രശ്നമൊന്നുമില്ല, ആരെ വേണം നശിപ്പിക്കും.
ബൈബിൾ പറയുന്നത് മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നവനോടാണ് ദൈവം കരുണ കാണിക്കുന്നത്. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്ന പോലെ നിങ്ങൾ കരുണ കാണിക്കണം. ചുറ്റുമുള്ളവർ മുഴുവൻ കരുണ കാണിക്കണം. കരുണ കിട്ടുമ്പോഴാണ് ഈ രോഗശാന്തി അഭിഷേകം കിട്ടുന്നത്. സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയ. ശബ്ദപ്പെടുത്തി പറയും ഹല്ലേലൂയ. പറയാണ് ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. 52 ലൂക്ക 1:52 പറയും ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി, എളിയവരെ ഉയർത്തുന്ന ദൈവം എത്രമാത്രം താന്നു കൊടുക്കുന്നുവോ അത്രമാത്രം ദൈവം കൃപ തരും. അതുകൊണ്ട് നമ്മൾ എളിമപ്പെട്ടു മുഴുവൻ വിട്ടുകൊടുക്കണം, മറ്റുള്ളവർക്ക് സ്ഥാനം കൊടുക്കണം, മറ്റുള്ളവരെ ബഹുമാനിക്കണം, ആദരിക്കണം. അപ്പോഴാണ് നമുക്ക് ഈ ദൈവത്തിൻ്റെ കൃപ ലഭിക്കാൻ പോകുന്നത്. ഫിലിപ്പി ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വചനം പറയുന്നത് പോലെ, ആകയാൽ ക്രിസ്തുവിൽ എന്തെങ്കിലും ആശ്വാസമോ സ്നേഹത്തിൽ നിന്നുള്ള സാന്ത്വനമോ ആത്മാവിലുള്ള കൂട്ടായ്മയോ എന്തെങ്കിലും കാരുണ്യമോ അനുകമ്പയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട്, വചനം പറയാൻ, നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർത്തിച്ച് ഒരേ ആത്മാവും ഒരേ അഭിപ്രായവും ഉള്ളവരായി എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്. ശ്രമത്തിൽ പറയാം ഹല്ലേലൂയ. ഏറ്റു പറയാമോ? അച്ഛനോട് ചേർന്ന് നല്ലൊരു വചനമാണ് ഫിലിപ്പി ലേഖനം 2-ന്റെ 1, 2, 3 വചനം. ഏറ്റവുമിലേക്ക് വലതുകരം ഉയർത്തിപ്പിടിച്ച് ഏറ്റവുമിലേക്ക്, ആകയാൽ ക്രിസ്തുവിൽ എന്തെങ്കിലും ആശ്വാസമോ സ്നേഹത്തിൽ നിന്നുള്ള സാന്ത്വനമോ ആത്മാവിലുള്ള കൂട്ടായ്മയോ എന്തെങ്കിലും കാരുണ്യമോ അനുകമ്പയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർത്തിച്ച് ഒരേ ആത്മാവും ഒരേ അഭിപ്രായവും ഉള്ളവരായി എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. മാത്സര്യമോ, ഏറ്റു പറഞ്ഞ് മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങളൊന്നും ചെയ്യരുത്. മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കൾ, ഈ കൃപ കിട്ടാനുള്ള ഒരേ ഒരു വഴി ദൈവത്തിൻ്റെ കൃപ, അത് എളുപ്പപ്പെടുക. നന്നായിട്ട് അഹങ്കാരിക്കിട്ടില്ല. കൃപ നഷ്ടപ്പെട്ടു പോകുന്ന മുഴുവൻ അഹങ്കാരിക്കുക. ജെറമ്യ 50:31-32 അഹങ്കാരി, ഞാൻ നിനക്കെതിരാണെന്ന് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. അഹങ്കരിക്കുന്നവൻ കാൽ തട്ടി വീഴും, അവനെ എഴുന്നേൽപ്പിക്കുവാൻ ആരും ഉണ്ടായിരിക്കുകയില്ല. ശേഷം പറയുകയാണ്, ഞാൻ നിന്നെ അഹങ്കരിക്കുന്നവൻ കാൽ തട്ടി വീഴും, അവനെ എഴുന്നേൽപ്പിക്കാൻ ആരും ഉണ്ടാകുകയില്ല. അവൻ നഗരങ്ങൾക്ക് ഞാൻ തീ വെക്കും, ആ ചുറ്റുമുള്ളവയെ വിഴുങ്ങിക്കളയും. സ്ഥലം പറഞ്ഞേ ഹല്ലേലൂയ. അഹങ്കാരിക്കാണ് കൃപ കിട്ടാത്തത്. അഹങ്കാരിക്ക് ദൈവകൃപ കിട്ടില്ല. സ്ഥലം പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഇപ്പം പണമുണ്ടാകും അത് കൃപയാകണം നിർബന്ധം. അത് സ്വാഭാവികമായിട്ട് പണം കൂടുന്നു അല്ല വീട്, അതൊന്നുമില്ല. കൃപയെന്ന് വെച്ചാൽ ദൈവം പ്രവർത്തിക്കുന്ന പ്രത്യേക ഒരു തലമാണ്. ഒരാത്മാവിന് കിട്ടുന്ന ദൈവത്തിൻ്റെ ദാനങ്ങളാണ് കൃപ. വരങ്ങളും അതൊക്കെ കൃപയാണ്. വരങ്ങളും ദാനം കിട്ടുക, ദൈവിക ജ്ഞാനം കിട്ടുക, ഇതെല്ലാം കൃപയാണത്. വിശുദ്ധിയിൽ കൃപയാണ്. വിടുതല കിട്ടുക, ഒരു കുടുംബത്തിലെ ബന്ധനം വഴി കൃപയാണത്. അവിടെ കുടുംബത്തിൽ സമാധാനം കിട്ടുക കൃപയാണ്. കുടുംബം നിലനിൽക്കുക അത് കൃപയാണ്. ഓരോ ദിവസം പരിശുദ്ധ കുർബാനയ്ക്ക് മുടങ്ങാതെ പോകാൻ പറ്റുക ആ കൃപയെ, ക്ഷമിക്കാൻ പറ്റുക കൃപയെ, സഹിക്കാൻ പറ്റുക കൃപയെ. ആ കൃപ നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം.
ദുരിതങ്ങളും പ്രശ്നങ്ങളും നമ്മുടെ കർത്താവിന്റെ കരങ്ങൾ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. മക്കളുടെ രോഗങ്ങൾ, തകർച്ചകൾ, ദുരിതങ്ങൾ, ദുരന്തങ്ങളെല്ലാം കൊടുക്കാം. ഈ ധ്യാനം മുഴുവൻ കൊടുക്കാൻ നമുക്ക് ഈശോയുടെ വലിയ ഇടപെടലാണ്. ഇഹത്തിൽ ഒന്നുമില്ലായേ, നേടിയതെല്ലാം നിത്യയേ. പരദേശിയാണുലകിൽ ഇവിടെന്നു മങ്ങനല്ലോ. കണ്ണുനീരെന്നു മാറുമോ? വേദനിക്കുന്ന കുടുംബങ്ങള്, തകർന്ന മക്കളൊക്കെ എത്തിയിട്ടുണ്ട്. ആരോരില്ലാത്ത മക്കൾ എത്തിയിട്ടുണ്ട്. കുടുംബം തകർന്നവരെത്തിയിട്ടുണ്ട്. വിഷമിക്കുന്ന മക്കളുണ്ട്, രോഗികളുണ്ട്. ആരോരുമില്ലാത്തവരെന്നു തീരുമോ? ഒറ്റ വിളി വിളിക്കട്ടെ ഈശോയേ. രണ്ട് കരം ഉയർത്തി വിളിക്കുന്നു, ഉച്ചത്തിൽ വിളിക്കുന്നു. രണ്ടു കരം കൊടുത്തത് ഈശോ നമ്മെ ആശീർവദിക്കുന്നു. മക്കളെ ഈശോ ആശീർവദിക്കുന്ന സമയമോ? കൈകൾ ഉയർത്തി ചങ്കുപൊട്ടി ഈശോയെ വിളിച്ചോണം. ഈശോ ആശീർവദിക്കുന്നു, ഈശോ ആശീർവദിക്കുന്നു, ഈശോ ആശീർവദിക്കുന്നു.